വിദ്യാലയം എന്ന് പറയുന്നത് അറിവിൻ്റെ ആദ്യാക്ഷരങ്ങൾ പകർന്നു നൽകുന്ന ഏറ്റവും പുണ്യമായ ഒരു സ്ഥലമാണ്. എന്നാൽ അവിടെ നമ്മൾ ദിനം പ്രതി കാണുന്ന ഒരു സഹപ്രവർത്തകൻ, അയാൾ ഉള്ളിൽ ഒരു ക്രൂരമായ മൃഗത്തെ ഒളിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? സ്നേഹത്തിൻ്റെയും സഹാനുഭൂതിയുടെയൊക്കെ മുഖംമൂടി അണിഞ്ഞ്, എന്നാൽ അതിനകത്ത് ഒരു ക്രൂരനായ മനുഷ്യൻ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് മനസ്സിലാക്കി തരുന്ന, കേരളക്കരയെ ആകെ ഞെട്ടി നടുക്കിയ ഒരു ക്രൂരമായ കൊലപാതകത്തിൻ്റെ കഥയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. ഒരു സാധാരണ മിസ്സിംഗ് കേസിൽ ആരംഭിച്ച് പിന്നീട് പോലീസിനെ വരെ ഞെട്ടിച്ച ഒരു ക്രൂര കൊലപാതകത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു കഥയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. ഈ കഥ നടക്കുന്നത് കേരളത്തിൻ്റെ വടക്കേയറ്റത്ത് കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം എന്ന ശാന്തസുന്ദരമായ കൊച്ചു ഗ്രാമത്തിലാണ്. അവിടെയുള്ള മിയ പദവ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾക്കും അധ്യാപകർക്കും ഒരുപോലെ ഇഷ്ടമുള്ള സോഷ്യൽ സയൻസ് ടീച്ചറായിരുന്നു രൂപശ്രീ ടീച്ചർ. 44 വയസ്സുകാരിയായ രൂപശ്രീ വളരെ ശാന്ത സ്വഭാവക്കാരിയും എല്ലാവരോടും ഹൃദ്യമായി പെരുമാറുന്ന ഒരു ടീച്ചറായിരുന്നു. പ്രാദേശിക രാഷ്ട്രീയത്തിൽ സജീവമായിരുന്ന ചന്ദ്രശേഖരനായിരുന്നു അവരുടെ ഭർത്താവ്. സ്കൂളിൽ പഠിക്കുന്ന ഇളയ മകനും കോളേജിൽ പഠിക്കുന്ന മൂത്ത മകനും, അങ്ങനെ വളരെ ശാന്തസുന്ദരമായിരുന്നു രൂപശ്രീ ടീച്ചറുടെ ജീവിതം. നല്ല ശാന്തസുന്ദരമായ ജീവിതം, രണ്ടുപേർക്കും നല്ല വരുമാനം, നല്ല സ്നേഹനിധിയായ മക്കൾ എന്നിങ്ങനെ വളരെ നല്ല ജീവിതമായിരുന്നു രൂപശ്രീ ടീച്ചർ. അതിരാവിലെ എഴുന്നേറ്റ് ഭർത്താവിനും മകൾക്കും വേണ്ടി ഭക്ഷണമെല്ലാം തയ്യാറാക്കി അതിനുശേഷമായിരുന്നു ടീച്ചർ സ്കൂളിലേക്ക് ഇറങ്ങിയിരുന്നത്. എന്നാൽ സ്കൂളിലേക്കുള്ള 12 കിലോമീറ്റർ തനിയെ തൻ്റെ സ്വന്തം സ്കൂട്ടർ ഓടിച്ചുകൊണ്ടായിരുന്നു ടീച്ചർ പോയിക്കൊണ്ടിരുന്നത്. ആ തീരദേശ റോഡിലൂടെ യാത്ര ചെയ്ത് കൃത്യം 5:30 മണിയോടുകൂടി ടീച്ചർ തിരിച്ച് വീട്ടിലെത്താറുമുണ്ടായിരുന്നു. ഭർത്താവ് രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തുന്ന സമയത്ത് ഒരു ചായയുമായി ചിരിച്ച മുഖവുമായി നിൽക്കുന്ന രൂപശ്രീ ടീച്ചർ ആ വീട്ടിലെ ഒരു സ്ഥിരം കാഴ്ചയായിരുന്നു. എന്നാൽ 2020 ജനുവരി 16 ഈ പതിവ് തെറ്റി. സമയം ഒത്തിരി വൈകിയിട്ടും രൂപശ്രീ ടീച്ചർ വീട്ടിലെത്തിയില്ല. വൈകുന്നേരം 5:30 6 മണിയായി, സമയം 7 മണിയിലേക്ക് എത്തിയിട്ട് പോലും രൂപശ്രീ ടീച്ചറെ കണ്ടില്ല. ഇതോടുകൂടി ഭർത്താവ് ചന്ദ്രശേഖരൻ പരിഭ്രാന്തിയിലായി. സാധാരണ എവിടെയെങ്കിലും വൈകുകയാണെങ്കിൽ പോലും, ഒരല്പം വൈകിയാൽ പോലും ഭർത്താവിനെ വിവരം അറിയിക്കുന്ന ടീച്ചർ അന്ന് വിവരം അറിയിച്ചതേയില്ല. ഉടനെ തന്നെ ചന്ദ്രശേഖരൻ ടീച്ചറുടെ ഫോണിലേക്ക് വിളിച്ചെങ്കിലും മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഒടുവിൽ യാതൊരു വിവരവും ലഭിക്കാത്ത സാഹചര്യത്തിൽ അവർ മഞ്ചേശ്വരം പോലീസിൽ ഒരു മിസ്സിംഗ് കേസ് ഫയൽ ചെയ്യുകയാണ് ചെയ്തത്. പോലീസ് ഉടനെ തന്നെ അന്വേഷണം ആരംഭിച്ചു. ടീച്ചർ സഞ്ചരിച്ച വഴികളിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയും അതോടൊപ്പം തന്നെ ടീച്ചറുടെ ഫോണിൻ്റെ ലൊക്കേഷൻ കണ്ടെത്താനുമുള്ള ശ്രമങ്ങളാണ് പോലീസ് ആദ്യത്തെ 2 ദിവസം ശ്രമിച്ചത്. എന്നാൽ ആദ്യത്തെ ഈ 2 ദിവസവും ആ ശ്രമങ്ങളെല്ലാം വിഫലമായിരുന്നു. ഇതോടെ കുടുംബത്തിൻ്റെ ആശങ്ക ഇരട്ടിച്ചു. വിവരം എന്താണെന്നറിയാൻ ഭർത്താവ് ചന്ദ്രശേഖരൻ അടുത്ത കുടുംബങ്ങളിലേക്കും അതേപോലെ സഹപ്രവർത്തകരിലേക്കും മാറി മാറി വിളിച്ചു നോക്കി. എന്നാൽ അവർക്കാർക്കും ഇതിനെപ്പറ്റി ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല. സ്കൂൾ സമയം കഴിഞ്ഞ് പതിവ് പോലെ തന്നെ ടീച്ചർ വൈകുന്നേരം വീട്ടിലേക്ക് തിരിച്ചു എന്നാണ് അവരുടെ എല്ലാം ധാരണ. എന്നാൽ വരുന്ന വഴിയിൽ എവിടെയെങ്കിലും വെച്ച് വണ്ടി കേടാവുകയോ മറ്റ് അപകടത്തിൽപ്പെടുകയോ ചെയ്തിട്ടുണ്ടോ എന്നറിയാൻ അവർ അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലെല്ലാം തിരഞ്ഞു. പക്ഷേ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ ജനുവരി 18 മഞ്ചേശ്വരത്ത് കൺവതീർത്ത എന്ന കടൽ തീരത്ത് നിന്നും പോലീസിനൊരു ഫോൺ കോൾ ലഭിക്കുകയാണ്. ഇവിടെ ഒരു സ്ത്രീയുടെ മൃതദേഹം കടൽ തീരത്ത് അടിഞ്ഞിട്ടുണ്ട് എന്നതായിരുന്നു ആ ഫോൺ കോളിലെ വിവരം. പോലീസും നാട്ടുകാരും വളരെയധികം ഭയത്തോടു കൂടിയാണ് അങ്ങോട്ടേക്ക് ഓടിയെത്തിയത്. അവർക്കത് വിശ്വസിക്കാൻ കഴിയാത്തതായിരുന്നു. കാരണം അത് രൂപശ്രീ ടീച്ചറുടെ മൃതദേഹമായിരുന്നു. എന്നാൽ അവർക്കാർക്കും അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം അതൊരു കേവലം മുങ്ങിയ മരണത്തിൻ്റെ ലക്ഷണങ്ങളായിരുന്നില്ല. ടീച്ചറുടെ ശരീരത്തിൽ വസ്ത്രത്തിൻ്റെ ഒരംശം പോലും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല അവരുടെ തലമുടി മൊത്തമായി ക്ഷൗരം ചെയ്ത നിലയിലായിരുന്നു. എന്നുവെച്ചാൽ മൊത്തമായി വടിച്ച നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. തുടക്കത്തിൽ ഇതൊരു ആത്മഹത്യയായി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ പല ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നെങ്കിലും ഒരു സ്ത്രീയും തൻ്റെ തലമുടി മൊത്തമായി ക്ഷൗരം ചെയ്തുകൊണ്ട് സ്വന്തം വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റി ആത്മഹത്യ ചെയ്യില്ല എന്ന ധാരണ പോലീസിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു കടുത്ത ആസൂത്രിത കൊലപാതകമാണെന്ന് പോലീസ് കണ്ടെത്തി. മാത്രമല്ല കേസിന്റെ ഗൗരവം പരിഗണിച്ചുകൊണ്ട് ഇത് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയും ചെയ്തു. കൊലപാതകി ആരാണെന്ന് കണ്ടെത്താൻ ടീച്ചറുടെ ഫോൺ കോളുകൾ പരിശോധിക്കാൻ പോലീസ് തീരുമാനിച്ചു. CDR അഥവാ കോൾ റെക്കോർഡിംഗ് ഡാറ്റ പരിശോധിച്ചു. ഇവിടെയാണ് നമ്മുടെ കേസിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് ഉണ്ടാവുന്നത്. രൂപശ്രീ ടീച്ചറുടെ ഫോണിലേക്ക് ഏറ്റവും കൂടുതൽ കോളുകൾ കഴിഞ്ഞ ഈ ഒരു കാലയളവിൽ വന്നുകൊണ്ടിരുന്നത് ആ സ്കൂളിലെ തന്നെ അധ്യാപകനായിരുന്ന മിസ്റ്റർ
വെങ്കിട്ടരമണ കാരന്ത് എന്ന് പറയുന്ന വ്യക്തിയുടെ ഫോണിൽ നിന്നുമായിരുന്നു. അദ്ദേഹം ആ സ്കൂളിലെ ഡ്രോയിങ് അധ്യാപകനായിരുന്നു. വെങ്കിട്ടരമണയും രൂപശ്രീ ടീച്ചറും തമ്മിലുള്ള ബന്ധം ഒരുപാട് വർഷത്തെ വളരെ അടുത്ത സൗഹൃദ ബന്ധമായിരുന്നു. എന്നാൽ അദ്ദേഹത്തിനെ ചുറ്റിപ്പറ്റി നടന്ന പോലീസിന്റെ അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ അവസാനം കണ്ടെത്താൻ കഴിഞ്ഞത് ഏറ്റവും ക്രൂരനായ കൊലപാതകിയുടെ മുഖമണിഞ്ഞു വീഴുന്ന ഒരു കഥയായിരുന്നു. വെങ്കിട്ടരമണയും ഇയാളുടെ സുഹൃത്തായ 22 വയസ്സുകാരനായ നിരഞ്ജനും ചേർന്നാണ് ഈ ക്രൂരമായ കൊലപാതകം ചെയ്തതെന്ന് പോലീസ് കണ്ടെത്തി. വെങ്കിട്ടരമണയ്ക്ക് രൂപശ്രീ ടീച്ചറോടുണ്ടായിരുന്നത് കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചറോടുള്ള ഒരു ആത്മസൗഹൃദം മാത്രമായിരുന്നില്ല, മറിച്ച് കടുത്ത സംശയരോഗമായിരുന്നു. രൂപശ്രീ ടീച്ചർ സ്കൂളിൽ ആരോടൊക്കെ സംസാരിക്കുന്നു, ആരോടൊക്കെ ചാറ്റ് ചെയ്യുന്നു, ആരുടെയൊക്കെ കൂടെ നടക്കുന്നു എന്ന് തുടങ്ങി എല്ലാവിധ ചെയ്തികളും ഏറ്റവും ക്രൂരമായ സംശയരോഗത്തിന്റെ കണ്ണുകളിലൂടെയായിരുന്നു മിസ്റ്റർ വെങ്കിട്ടരമൺ കണ്ടുകൊണ്ടിരുന്നത്. ടീച്ചർ മറ്റൊരാളോട് സംസാരിക്കുന്നതോ സല്ലപിക്കുന്നതോ എന്ന് തുടങ്ങി അന്യ പുരുഷന്മാരോട് ഒന്ന് നോക്കുന്നത് പോലും ഇയാൾക്ക് ഒട്ടും താല്പര്യമില്ലാത്ത കാര്യമായിരുന്നു. അഥവാ ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ കടുത്ത ആക്ഷേപവും കുറ്റപ്പെടുത്തലുകളുമായിരുന്നു ടീച്ചറോട് ഇയാൾ കാണിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഈ ഒരു ഭ്രാന്തമായ പെരുമാറ്റവും മാനസിക പീഡനവും സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ ഈ വെങ്കിട്ടരമണയുമായിട്ടുള്ള ഈ സൗഹൃദ ബന്ധം എന്നേക്കുമായി അവസാനിപ്പിക്കാൻ നമ്മുടെ രൂപശ്രീ ടീച്ചർ തീരുമാനിച്ചു. അവരിൽ നിന്നും ഏറ്റവും തന്നാൽ കഴിയുന്ന വിധം അകലം പാലിക്കാൻ രൂപശ്രീ ടീച്ചർ എപ്പോഴും ശ്രദ്ധിച്ചു. എന്നാൽ തൻ്റെ നിയന്ത്രണങ്ങളിൽ നിന്ന് രൂപശ്രീ മാറിപ്പോകുന്നത് ഒരിക്കലും വെങ്കിട്ടിന് സഹിക്കാൻ കഴിഞ്ഞില്ല. തൻ്റെ വാക്കുകൾ കേൾക്കാത്ത, തനിക്ക് വഴങ്ങാത്ത രൂപശ്രീ ഇനി ജീവിച്ചിരിക്കേണ്ടതില്ലെന്ന് വെങ്കിട്ട് തീരുമാനിക്കുന്നു. സൗഹൃദം നിഷേധിച്ചവളോടുള്ള ദേഷ്യം അയാളെ വലിയ ഒരു കൊലയാളിയാക്കി മാറ്റുകയാണ്. അങ്ങനെയാണ് രൂപശ്രീയെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ എന്നേക്കുമായി നീക്കം ചെയ്യാൻ വെങ്കിട്ടരമൺ തീരുമാനിച്ചത്. എന്നാൽ ഒറ്റയ്ക്ക് ഈ കൊലപാതകം ചെയ്താൽ പിടിക്കപ്പെടുമെന്ന അയാളുടെ ധാരണ ഇതിന് സഹായിയായി മിസ്റ്റർ നിരഞ്ജനെ കൂട്ടാൻ അയാളെ പ്രേരിപ്പിച്ചു. മാത്രമല്ല ഇതിനായി വലിയൊരു തുക അയാൾക്ക് ഓഫറും ചെയ്തു. എന്നാൽ ജനുവരി 16-ാം തീയതി വൈകുന്നേരത്തോടുകൂടി ക്ലാസ് കഴിഞ്ഞ് നമ്മുടെ രൂപശ്രീ ടീച്ചർ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് വെങ്കിട്ട് തനിക്ക് സംസാരിക്കാനുണ്ട്, തൻ്റെ കൂടെ വീട് വരണം എന്ന് പറഞ്ഞ് രൂപശ്രീ ടീച്ചറെ അവൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. വർഷങ്ങളായി സഹപ്രവർത്തകനും പരിചയക്കാരനും ആയതുകൊണ്ട് തന്നെ മറ്റൊരു സംശയം തോന്നാത്തതിനാൽ ടീച്ചർ അയാളുടെ കൂടെ അയാളുടെ വീട്ടിലേക്ക് പോയി. എന്നാൽ വീട്ടിൽ വെച്ച് ഇവർ തമ്മിൽ കടുത്ത വാക്കുതർക്കമുണ്ടായി. വെങ്കിട്ടരമന്റെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നോട് പഴയ പോലെ സംസാരിക്കണം, എല്ലാവിധ നിയന്ത്രണങ്ങളും നീക്കണം എന്നിങ്ങനെയുള്ള ആവശ്യമായിരുന്നു വെങ്കിട്ടരമന്റേത്. എന്നാൽ രൂപശ്രീ ഇതിന് തയ്യാറായില്ല. തർക്കമൂത്തതോടുകൂടി നിരഞ്ജനും വെങ്കിട്ടരമണും കൂടി രൂപശ്രീ ടീച്ചറെ മർദ്ദിക്കാൻ തുടങ്ങി. മർദ്ദനമേറ്റ അവർ ഉറക്കെ നിലവിളിച്ചെങ്കിലും ആ വിജനമായ പ്രദേശത്തുള്ള വീട്ടിൽ നിന്നും ശബ്ദമൊന്നും പുറത്തേക്ക് പോയില്ല. മാത്രമല്ല മർദ്ദനമേറ്റ് ഇവർ അവശയായതോടുകൂടി ഇവരെ നിരഞ്ജനും വെങ്കിട്ടരമണും ചേർന്ന് ഇവരെ ബാത്റൂമിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുപോയി. അവിടെ വലിയൊരു ബക്കറ്റിൽ നിറയെ വെള്ളം നിറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. വെങ്കിട്ടരമണും നിരഞ്ജനും കൂടി രൂപശ്രീ ടീച്ചറുടെ തല ആ വെള്ളത്തിലേക്ക് മുക്കിപ്പിടിച്ചു. പ്രാണവെപ്രാളം രൂപശ്രീ ടീച്ചർ പിടഞ്ഞെങ്കിലും ഒരു രക്ഷയും ഉണ്ടായിരുന്നില്ല. ഈ ക്രൂരരായ കൊലപാതകികൾ അവരെ വെള്ളത്തിൽ മുക്കി തൽക്ഷണം മർദ്ദിച്ച് കൊലപ്പെടുത്തി. ആ ബാത്റൂമിൽ വെച്ച് രൂപശ്രീ ടീച്ചർ മരണമടഞ്ഞു. ടീച്ചർ മരിച്ചെന്ന് ഉറപ്പായതോടുകൂടി ഈ ക്രൂരന്മാർ തെളിവുകൾ നശിപ്പിക്കുവാനുള്ള പരിപാടികൾ ആരംഭിച്ചു. ഇതിൻ്റെ ഭാഗമായി ഇവർ ടീച്ചറുടെ നഖത്തിൽ നിന്നോ അതല്ലാതെ തലമുടിയിൽ നിന്നോ DNA ഒരു തിരിശേഷിപ്പ് പോലും ലഭിക്കാതിരിക്കാൻ വേണ്ടി സകലമാന സാധനങ്ങളും ഒരു തരിമ്പ് പോലും ബാക്കി വെക്കാതെ വടിച്ചു കളഞ്ഞു. വില കൂടിയ വസ്ത്രങ്ങളും ആഭരണങ്ങളുമെല്ലാം അഴിച്ചു മാറ്റി പോലീസിന് യാതൊരു തരത്തിലുള്ള തെളിവുകളും കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇത്രയും കാര്യങ്ങൾ ചെയ്തത്. അന്ന് രാത്രി ഇരുട്ടി വെളുക്കുന്നതിന് മുമ്പേ നിരഞ്ജന്റെ സഹായത്തോടുകൂടി മൃതദേഹം കാറിന്റെ ഡിക്കിയിലേക്ക് മാറ്റുകയും തുടർന്ന് കടൽ തീരത്ത് കൊണ്ടുപോയി നിക്ഷേപിക്കുകയും ചെയ്തു. കടലിലെ ശക്തമായ തിരമാലകളിൽപ്പെട്ട് ഇത് ആഴക്കടലിലേക്ക് ഒലിച്ചു പോയിക്കോളുമെന്നും അവിടെ നിന്നും അത് മറ്റുള്ള മീനുകളോ മറ്റുള്ള ജീവികളൊക്കെ തിന്നു തീർത്തോളുമെന്ന് തെറ്റിദ്ധരിച്ച ഇവർക്ക് എന്നാൽ തെറ്റി. അതിനുശേഷം തെളിവുകൾ നശിപ്പിക്കുവാനായി ഇവർ ടീച്ചറുടെ മൊബൈൽ ഫോണും അതുപോലെ സ്കൂട്ടറുമെല്ലാം ആരും കാണാത്ത വിജനമായ സ്ഥലങ്ങളിലേക്ക് മാറ്റുകയും ചെയ്തു. തുടക്കത്തിൽ തങ്ങൾക്ക് ഇതിൽ യാതൊരു പങ്കുമില്ലെന്ന് കാണിക്കാൻ വേണ്ടി പരമാവധി പ്രതികൾ ശ്രമിച്ചെങ്കിലും സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും പ്രതിഷേധവുമായി രംഗത്തേക്കിറങ്ങി. ജനരോഷം ആടി പടർന്നതോടുകൂടി ക്രൈംബ്രാഞ്ച് രംഗത്തിറങ്ങുകയും നിരഞ്ജനെയും വെങ്കിട്ടരമണനെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയും ചെയ്തു. തുടക്കത്തിൽ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ക്രൈംബ്രാഞ്ച് നിരത്തിയ തെരിവുകൾക്ക് മുമ്പിൽ പ്രതികൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അവർ തമ്മിൽ നടത്തിയ സംഭാഷണത്തിന്റെ റെക്കോർഡും അതേപോലെ തന്നെ ലൊക്കേഷനും സഞ്ചരിച്ച വഴികളും എന്നിങ്ങനെ തുടങ്ങി
ക്രൈംബ്രാഞ്ച് നിരത്തിയ ശക്തമായ തെളിവുകൾക്കൊടുവിൽ പ്രതികൾക്ക് തങ്ങളുടെ കുറ്റം സമ്മതിക്കേണ്ടി വന്നു. തങ്ങൾ ചെയ്ത ക്രൂരമായ കൊലപാതകത്തിന്റെ നടുക്കുന്ന വിവരണം അവർ പോലീസിനോട് തുറന്നു പറഞ്ഞു. അവർ ഒളിപ്പിച്ച ടീച്ചറുടെ മൊബൈൽ ഫോണും സ്കൂട്ടറും എവിടെയാണെന്ന് പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞു. അങ്ങനെ ആ ദാരുണമായ കൊലപാതകത്തിന്റെ സൂത്രധാരന്മാർ ഇന്ന് അഴിക്കുള്ളിലാണ്. രൂപശ്രീ ടീച്ചറുടെ ഈ ദാരുണമായ കൊലപാതകം സമൂഹത്തിന് നൽകുന്ന മെസ്സേജ് വളരെ വലുതാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ സമൂഹത്തിൽ സ്ത്രീകൾ ഒരുപാട് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണ്. തങ്ങളുടെ കൂടെ വിവർത്തിക്കുന്ന, സഹകരിക്കുന്ന സഹപാഠികൾ, അതല്ലെങ്കിൽ തങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന വ്യക്തികൾ ഏത് തരത്തിലുള്ളവരാണെന്ന് മനസ്സിലാക്കേണ്ടത് അവർ ഓരോരുത്തരുമാണ്. നമ്മൾ പലപ്പോഴും സ്നേഹമെന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന പല സാധനങ്ങളും ടോക്സിസിറ്റിയുടെ അങ്ങേയറ്റമായിരിക്കും. നിങ്ങൾ അവിടെ പോയിക്കൂടാ, ഇവിടെ പോയിക്കൂടാ, അയാളെ കണ്ടുകൂടാ, ഇയാളെ കണ്ടുകൂടാ, അയാളോട് സംസാരിക്കരുത്, അയാളോട് മെസ്സേജ് അയക്കരുത്, അയാളെ ബ്ലോക്ക് ചെയ്യൂ, അയാളോട് എന്തിനാണ് സംസാരിക്കുന്നത് എന്നിങ്ങനെയുള്ള ടോക്സിസിറ്റി നിറഞ്ഞ ആളുകളെ തിരിച്ചറിയാൻ കഴിയുക എന്നത് നിങ്ങളുടെ കഴിവ് തന്നെയാണ്, മിടുക്ക് തന്നെയാണ്. അത്തരം ആളുകളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ എടുത്തു മാറ്റുക എന്നതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകളോട് സംസാരിക്കുക, അവരോട് ചാറ്റ് ചെയ്യുക, വീഡിയോ കോൾ ചെയ്യുക എന്നിങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മറ്റൊരാൾ തരേണ്ട ഒരു സാധനമല്ല, അത് ജന്മന നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾ കണ്ടെത്തേണ്ടത് നിങ്ങളുടെ യഥാർത്ഥ പാർട്ട്ണറെയാണ്. ഫ്രണ്ട്ഷിപ്പിലാണെങ്കിലും അതേപോലെ തന്നെ നിരന്തരമുള്ള ജീവിതത്തിലാണെങ്കിലും നിങ്ങൾ കണ്ടെത്തേണ്ടത് നിങ്ങളുടെ യഥാർത്ഥ ആത്മാർത്ഥതയുള്ള സുഹൃത്തുക്കളെയാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. അവർ പറ്റില്ല, പാടില്ല എന്ന് പറയുന്നതിലല്ല, അതിൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ ഓക്കെ, അതല്ലാതെ അവർ തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം പറ്റില്ല, പാടില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത്തരം ആളുകളെ സൂക്ഷിക്കുക. നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ഇത്തരം സൈക്കോപാത്തുകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ ഓരോരുത്തരും ഇത്തരം ആളുകളുണ്ടോ? തീർച്ചയായും നിങ്ങൾ ഇത്തരം പ്രവണതകൾ മാറ്റേണ്ടതുകളല്ലേ? ചിന്തിച്ചു നോക്കൂ. നമ്മളുടെ കൂടെ സഹവസിക്കുന്ന ഒരു വ്യക്തിക്ക് നമ്മൾ സ്വാതന്ത്ര്യം കൊടുക്കേണ്ടതുണ്ടോ? നിങ്ങളുടെ ഭാര്യയായി പോയി അല്ലെങ്കിൽ നിങ്ങളുടെ പെങ്ങളായി പോയി എന്ന കാരണം കൊണ്ട് നിങ്ങൾ അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തു എന്ന് പലപ്പോഴും നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട്. ഒരിക്കലും ഒരാൾക്കും സ്വാതന്ത്ര്യം കൊടുക്കേണ്ട ആവശ്യമില്ല. ജന്മന ആ വ്യക്തിക്ക് കിട്ടുന്നതാണ് അയാളുടെ സ്വാതന്ത്ര്യം. അയാളും നമ്മളെപ്പോലെ ഒരു മനുഷ്യനാണ്. അയാൾക്കും നമ്മളെപ്പോലെ എല്ലാവിധ റൈറ്റ്സോടുകൂടി, എല്ലാവിധ സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കാനുള്ള എല്ലാവിധ സ്വാതന്ത്ര്യവുമുണ്ട്, അതേപോലെ തന്നെ എല്ലാവിധ അവകാശവുമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുന്നിടത്ത് ഈ ടോക്സിസിറ്റി അവസാനിക്കുന്നു. ഈ ഒരു സ്റ്റോറിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? കമന്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.